വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ. വീണ്ടും ടെൻ ഹാഗൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിനെ പുറത്താക്കാൻ തീരുമാനിച്ചു, ഇറ്റ്സ് സർട്ടൺ ആഫ്റ്റർ FA കപ്പ് ഫൈനൽ എന്നുള്ള തരത്തിലൊക്കെയാണ് ഡിമാരിറ്റ്സിയോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡിമാരിറ്റ്സിയോ ഇൻ 2024 അത്ര റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് അല്ല, പണ്ട് റിലയബിൾ ആയിട്ടുള്ള സോഴ്സൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് എന്തായാലും സംഭവിക്കുന്നുള്ള തരത്തിലൊക്കെയാണ് മൂപ്പര് പറയുന്നത്. ഇപ്പോൾ ഇത് കൺസേണിങ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കപ്പ് ഫൈനലിലേക്ക് പോകുന്ന ഒരു സമയമാണ്. പക്ഷെ നമ്മുടെ സ്റ്റെബിലിറ്റി എല്ലാ രീതിയിലും തകർക്കാമെന്നുള്ള തരത്തിലൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇപ്പോൾ ഇന്നലെയൊക്കെ ന്യൂസിലൊക്കെ നിറഞ്ഞു നിന്ന കാര്യം ഇതായിരുന്നു. അതുപോലെ തന്നെ റൊമാനോ ഒക്കെ പറയുന്നുണ്ട് ഇതൊരു 50-50 ആണ് ടെൻ ഹാഗിൻ്റെ സിറ്റുവേഷൻ എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഇപ്പോൾ പൊതുവേ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ഹാഗ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ റീസെൻ്റ്ലി ഉള്ള പ്രസ് കോൺഫറൻസ് ആണെങ്കിലും അതുപോലെ പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്നുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ഹാഗിന് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു സീസണും കൂടി. ഒരു പക്ഷേ അത് ഫേക്ക് പ്രോമിസ് ആയിരിക്കാം. ഇപ്പോൾ സീസൺ അവസാനിക്കുന്ന ഒരു മോറലൊക്കെ ഹൈ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഫേക്ക് പ്രോമിസ് ആയിരുന്നിരിക്കാം. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു ഇതുള്ള പോലെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ യുണൈറ്റഡായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പണ്ഡിറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ റോയ് കീനൊക്കെ ആണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്നത് ടെൻ ഹാഗിന് ഒരു 1 more ഇയറും കൂടി കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് ഒരു ഷിഫ്റ്റൊക്കെ വന്നിരുന്നു. അതുപോലെ തന്നെ ഗ്യാരി നെവലൊക്കെ ആണെങ്കിലും ആ ഒരു രീതിയിലേക്ക് മാറി. അപ്പോൾ പൊതുവേ അതിനുള്ളൊരു സാധ്യത എന്നുള്ള തരത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വാർത്ത ഇങ്ങനെ വരുന്നത്. ഇതെന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളതും കൂടി നോക്കി കഴിയുമ്പോൾ ഇപ്പം എന്തായാലും പ്രീമിയർ ലീഗ് സീസൺ അവസാനിച്ചതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മൾ 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. -1 ആണ് നമ്മുടെ ഗോൾ ഡിഫറൻസ്. അതുപോലെ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് സ്റ്റേജിൽ ഏറ്റവും അവസാന സ്ഥാനക്കാരായിട്ടാണ് പുറത്തു പോയത്. അതുപോലെ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗിൽ ഗോൾ വഴങ്ങിയ ഇംഗ്ലീഷ് ടീം എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പോൾ അങ്ങനെ വളരെ വളരെ മോശമായിട്ടുള്ള പല റെക്കോർഡുകളും നമുക്ക് ഈ സീസണിൽ സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ പ്ലെയേഴ്സിനെ ഇപ്പോൾ എല്ലാവരും കുറ്റം പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇദ്ദേഹം സൈൻ ചെയ്ത എത്രയോ താരങ്ങളാണുള്ളത്. ആൻ്റണി, മൗണ്ട്, അതുപോലെ ഹോയിലൻഡ്, ഒനാന, ലിസാൻഡ്രോ മാർട്ടിനസ്, ഇപ്പോൾ എത്രയോ പൈസ ഇദ്ദേഹം മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ഒലയുടെ അണ്ടറിലാണെങ്കിലും റാഗിനിക്കിൻ്റെ അണ്ടറിലാണെങ്കിലും എല്ലാ സമയത്ത് നമ്മൾ പ്ലെയേഴ്സിനെ കുറ്റം പറയാറുണ്ടായിരുന്നു ഈക്വലി. പക്ഷേ അതിനുശേഷം ഇദ്ദേഹം കൊണ്ടുവന്ന പ്ലെയേഴ്സ് ആണെങ്കിലും അണ്ടർ പെർഫോം ചെയ്തേക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി പ്ലെയേഴ്സിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല, മാനേജറിനും അതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും അവർ പക്ഷേ ഇനിയോസ് വേറൊരാളെ സൈൻ ചെയ്യുന്നുള്ള തരത്തിലേക്ക് മാറി ചിന്തിച്ചത്. ഇപ്പോൾ എനിക്ക് ഇതിനകത്തുള്ളൊരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസർബിയുടെ കാര്യമാണ്. ഇപ്പോൾ ഡിസർബി നമുക്കറിയാം, അദ്ദേഹം ബ്രൈറ്റൺ വിട്ടു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നൊരു വാർത്തയാണ് ഡിസർബി ഏതോ ഒരു ക്ലബ്ബായിട്ട് സീക്രറ്റ്ലി ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ പുറത്തേക്ക് വരും എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ബാക്കി ക്ലബ്ബുകളിലൊക്കെ സീസൺ അവസാനിച്ചു. അപ്പോൾ വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് പോകാനായിരുന്നെങ്കിൽ ഇത് സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സീസൺ അവസാനിക്കാത്ത ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളും അതുപോലെ തന്നെ റയൽ മാഡ്രിഡ്, ഡോട്ട്മണ്ട്, ലെവർകൂസൻ, അപ്പോൾ അങ്ങനെ ചില ക്ലബ്ബുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും സാധ്യത എന്ന് പറയുന്നത് ഒരേ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ആണ്. ഒരു പക്ഷേ ഇപ്പോൾ ഡിസർബി ആണോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ചെറിയ ഡൗട്ട്, ആ ഒരു രീതിയിൽ നോക്കി കഴിയുമ്പോൾ ഒരു ഡൗട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ ഇതിനെ ബാക്ക് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻ ആഷ്വർത്താണ്. ഇപ്പോൾ നമ്മുടെ വരാൻ പോകുന്ന DOFും ഈ പറയുന്ന പോലെ അദ്ദേഹം ബ്രൈറ്റണിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ പ്ലാൻ ചെയ്ത് വെച്ച അവരുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള പോലെയായിരുന്നു ഡിസർബീനെ അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം ഡിസർബി ബ്രൈറ്റണിൽ ജോയിൻ ചെയ്തു. അവർക്ക് യൂറോപ്യൻ ഫുട്ബോൾ കിട്ടി കഴിഞ്ഞ സീസണിൽ. അതുപോലെ തന്നെ ഓവറോൾ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഫുട്ബോളൊക്കെയാണ് അവർ കളിക്കുന്നത്. പിന്നെ ഈ സീസണിലേക്ക് വന്നപ്പോൾ നമ്മുടെക്കാളും താഴെയൊക്കെയാണ് ഫിനിഷ് ചെയ്തത്, 10ാം സ്ഥാനത്തൊക്കെയാണ്. അതിനകത്ത് അവർക്ക് ഒത്തിരി പറയുന്ന പോലെ ഇഞ്ചുറികൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ മിഡ്ഫീൽഡ് കംപ്ലീറ്റ്ലി ക്ലബ്ബ് വിട്ട് പോയി എന്നൊക്കെ ഉള്ളതാണ്, വേറെ ക്ലബ്ബിലേക്കൊക്കെ പോയി എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ്ലി ഡിസർബിയുടെ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. അത് ബ്രൈറ്റൺ അങ്ങനത്തെ ക്ലബ്ബാണ്, അത് അവർ പ്ലെയേഴ്സിനെ വിറ്റുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമർ ബറാഡയുടെ പ്രസൻസാണ്. ഇപ്പോൾ നമ്മുടെ CEO ഇപ്പോൾ മാൻ സിറ്റിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, പെപ്പ് ഗാർഡിയോള ഇൻ കേസ് ലീവ് ചെയ്യുകയാണെങ്കിൽ അവർ ഡിസർബീനെ ആയിരിക്കും നോക്കാൻ പോകുക എന്നുള്ള തരത്തിൽ നേരത്തെയും അങ്ങനെ ലിങ്ക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഒമർ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മാൻ സിറ്റിയുടെ അവരുടെ ബാക്കപ്പ് പ്ലാനായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഡിസർബിയാണ്. അപ്പോൾ ഡിസർബീനെ യുണൈറ്റഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം ചിലപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസർബിയുടെ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ എനിക്ക് എന്താ പറയുക ഒരു ഡൗട്ട് ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പോൾ എന്തായാലും FA കപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാം. അതുപോലെ എപ്പോഴൊക്കെ പോച്ചറ്റീനോ പണിയില്ലാണ്ടിരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ യുണൈറ്റഡായിട്ട് ലിങ്ക് വരും. ചെൽസി ആയിട്ട് സാക്ക് ചെയ്ത് ഉടനെ തന്നെ യുണൈറ്റഡായിട്ട് വാർത്ത വന്നു പൊച്ചറ്റീനോനെ നമ്മുടെ ഇനിയോസിനൊക്കെ വലിയ താല്പര്യമാണ്. അതുപോലെ തന്നെ വൈകി വന്ന വസന്തം എന്നുള്ള രീതിയിൽ പൊച്ചറ്റീനോനൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ പോച്ചറ്റീനോടൊക്കെ കാലം കഴിഞ്ഞു, പോച്ചയൊക്കെ പറ്റൂല എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ എത്ര ക്ലബിലേക്ക് പോയി.
ചെൽസി PSG ഇനി അവിടെ ഒന്നും വർക്കാവാണ്ട് ഇനി യുണൈറ്റഡിലേക്ക് വന്നു കഴിയുമ്പോൾ വർക്കാവാൻ പോവുകയാണ്. അത് പോച്ചറ്റീനോ ഇറ്റ്സ് ഓവർ, അത് നടക്കുന്ന കേസൊന്നുമല്ല. പിന്നെ മക്കന്നയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മക്കന്നേനെ പിടിക്കാനായിട്ട് ചെൽസി കച്ചകെട്ട് ഇറങ്ങിയേക്കാണ്. അപ്പോൾ മക്കന്നേനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്, അവരുടെ പ്രൈമറി ആയിട്ട് മക്കന്നേനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപക്ഷെ യുണൈറ്റഡ് എങ്ങാനും ഇനി മാനേജറെ സാക്കിയത് മക്കന്നേനെ ടാർഗറ്റ് ചെയ്താലോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ഇപ്പം മക്കന്നെയാണെങ്കിലും വർക്കൗട്ട് ആകാൻ പോകണില്ല, കാരണം ഈ പ്ലെയേഴ്സ് റെസ്പെക്ട് ചെയ്യുക എന്നുള്ള കാര്യം സംശയമാണ്. ഈ മക്കന്നെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ സ്കൂൾ ലെവൽ ടീച്ചിങ് ആണെന്നൊക്കെ ഉള്ളൊരു തരത്തിൽ മക്കന്നേനെ പറ്റി ആ സമയത്ത് ഒലയുടെ സമയത്ത് വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ പുള്ളിക്കാരൻ അതിനുള്ളൊരിതായിട്ടില്ല. എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് പറ്റി ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് യുണൈറ്റഡോ ചെൽസിയോ അല്ല, ബ്രൈറ്റനാണ്. ബ്രൈറ്റണിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യുക, പ്രീമിയർ ലീഗിലൊരു സമയം പ്രൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ട്, അപ്പോൾ അതാണ് പുള്ളിക്ക് പറ്റിയ റൈറ്റ് സ്റ്റെപ്പ്. ഇനിയിപ്പോൾ ചെൽസിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുണൈറ്റഡിലേക്ക് പോയി ഫ്ലോപ്പായി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കരിയർ കംപ്ലീറ്റ്ലി പോകും. അപ്പോൾ അതുകൊണ്ട് പുള്ളിനെ സംബന്ധിച്ച് ബുദ്ധിപരമായ നീക്കം എന്ന് പറയുന്നത് ബ്രൈറ്റണിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ 3 പേരായിട്ടാണ് ഇപ്പം നിലവിൽ കൂടുതൽ ലിങ്ക് വരുന്നത്. ട്യൂഷനിലേക്കായിട്ടുള്ള ലിങ്ക് പെട്ടെന്ന് തന്നെ മാഞ്ഞു പോയി, കാരണം പൊച്ചറ്റിനോയും മക്കന്നെയും ഡിസർബിയൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ലിങ്ക് വരുന്നത് ഈ 3 പേരുമായിട്ടാണ്. സോ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. അപ്പോൾ അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ പ്ലെയേഴ്സൊക്കെ ആയിട്ട് ലിങ്ക്സ് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഒലീസി ആയിട്ടാണ്. പോലീസിനെ പറ്റി അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യാം, അതിലും കുറച്ച് കൺസേണിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.